5 പിന്നിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ പറ്റി നോക്കാം. 4 പിന്നിനെ പറ്റി നോക്കാം. ഇവിടെ കണ്ട സൈസ് കമ്മിയായത് കണ്ട 85ഉം പിന്നെ തൊട്ടടുത്ത് 86ഉം കണ്ടോ നിങ്ങൾ? ഇവിടെ ഇച്ചിരി വീതി കൂടി സൈസ് കൂടി 87 ഉണ്ട് 30 ഉണ്ട്. ഇനി ചില സ്റ്റാൻഡേർഡ് റിലേയിൽ ഇത് എന്തില്ല ഈ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇയാൾ രണ്ടുപേരും വീതി കൂടിയ ആൾക്കാരായിരിക്കും, സൈസ് കൂടിയ ആൾക്കാരായിരിക്കും. ഇവർ രണ്ടുപേരും സൈസ് കുറഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ആൾ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കോയിലുണ്ടാവും, ഒരു കാന്തത്തിൻ്റെ കോയിൽ. ഒരു കോയിലൂടെ കറണ്ട് കടത്തു പോകുമ്പോൾ കാന്തമായി മാറും. കാന്തം എന്ന് പറഞ്ഞാൽ എന്തിനേലും ആകർഷിക്കും, നിങ്ങൾക്കറിയാമല്ലേ? അപ്പോൾ ഒരു കാന്തം ഇരുമ്പിനെ എന്ത് ചെയ്യും, ആകർഷിക്കുമ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് വന്ന് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഇരുമ്പിനെ ആകർഷിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ഒരു കോൺടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, സ്വിച്ചിൻ്റെ ഫംഗ്ഷനാണ് ഈ കാന്തമാകുമ്പോൾ ചെയ്യണത്. കാന്തം ആകാതിരിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഇയാൾ വർക്ക് ചെയ്യില്ല. നമുക്കൊന്ന് നോക്കിയോ, ഡയഗ്രാം നോക്കിയോക്കാം. കണ്ടോ, ഇതാണൊരു മാഗ്നറ്റിക് കോയിൽ, ചെറിയ 2 പിന്നുണ്ടില്ലേ. അപ്പോൾ ഇത് കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇയാൾ എന്ത് പറയും, കാന്തമായി മാറും. അപ്പോൾ ഇവിടെ ആരെങ്കിലും വന്ന് നിൽക്കേണ്ടി കരുതിക്കോ, അയാൾക്ക് ഇങ്ങോട്ട് ചാടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലം കടന്നിട്ട് വേണം. ഇവിടെ കാന്താവുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ സ്പ്രിങ്ങിനെതിരായിട്ട് ഈ കാന്തം ഇതിനെ ആകർഷിക്കുമ്പോൾ ഇവർ തമ്മിൽ ജോയിൻ്റ് ആകുമ്പോൾ മാത്രമേ കറണ്ട് ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ. അപ്പോൾ 30-87 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ 85ഉം 86ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുഴപ്പമില്ല. ഇത് നമ്മൾ കാന്താക്കാൻ വേണ്ടി കൊടുക്കുന്ന ചെറിയ കറണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന എന്തിനേലും ഫംഗ്ഷന് വേണ്ടി ചെയ്യുന്ന കറണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.